Dear students, in my last videos, I have discussed about the formation of PDE using the method of elimination of arbitrary constants and the method of elimination of arbitrary function. Today, I am going to discuss about the solution of PDE, solution of partial differential equation. Here, the first type is there are many methods. We know that there are many methods for finding solution of partial differential equation. Now we discuss about the first type, equation solved by direct integration. Okay, solution of partial differential equation using direct integration. The equation which contain only one partial derivative can be solved by direct integration method. Okay, that is എവിടെയാണ് നമുക്ക് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഒരേ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ടേമാണ് പി ഡിക്കകത്ത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ വഴി നമ്മളുടെ സൊല്യൂഷൻ കാണാം. ഓക്കെ, ക്ലിയർ ആണോ? The equation which contains only one partial derivative can be solved by direct integration. Also, in place of the usual constant of integration, we must use arbitrary functions of the variable held fixed. That is, with respect to x നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈയിലുള്ള ഫങ്ഷൻസിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതുപോലെ തിരിച്ച് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എക്സിലുള്ള ഫങ്ഷൻസ് എന്തായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ PDE ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? അപ്പോൾ look this question. Solve dou squared z by dou x dou y equal to x squared plus 1. A partial differential equation with only one partial derivative term, dou squared z by dou x dou y. So for solving this equation we can use direct integration method. ഒരേ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ടേമാണ് തന്നിരിക്കുന്ന PDE പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്താണ്? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ. ഈ ടേമിനെ നമുക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി വയ്ക്കാൻ പറ്റുക? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസെഡ് ബൈ ഡോ വൈ, റൈറ്റ്? സോ ഞാൻ ആ ലെഫ്റ്റ് സൈഡ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതിയത് നമ്മുടെ ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ പാർഷ്യൽ ഡെറിവേറ്റീവ് ക്യാൻസൽ ആകുന്നതെന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഞാനിവിടെ ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു റൂൾ പറഞ്ഞിട്ടുണ്ട്, എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഒഴികെയുള്ള വേരിയബിൾ എല്ലാം നമ്മൾ എന്തായിട്ട് ഫിക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. സോ ഇൻ്റഗ്രേറ്റിംഗ് equation 1 with respect to x, keep y as fixed, keep y as a constant. എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് y ഫിക്സ്ഡ് ആയിട്ട് ചൂസ് ചെയ്തുകൊണ്ട് എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ കിട്ടാവുന്ന റിസൾട്ട് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ്, right, equal to right side integral of x square plus y dx. Okay, ലെഫ്റ്റ് സൈഡിൽ ഡോ ബൈ ഡോ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആ ഡെറിവേറ്റീവ് ക്യാൻസലായി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഡോ ഇസെഡ് ബൈ ഡോ വൈ. ആൻഡ് റൈറ്റ് സൈഡ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3. സെക്കൻഡ് ടൈം വൈ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യണേ? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ വൈ ഇൻറ്റു എക്സ്. ഓക്കെ, സോ ഒന്നുകൂടി പറയാം, നമ്മുടെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് എങ്കിൽ വൈ വേരിയബിൾ നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്യുന്നു? കോൺസ്റ്റൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇനി നമ്മൾക്കൊരു ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് കൂടിയുണ്ട്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വൈയിലുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുക. സാധാരണ ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് സി എഴുതില്ലേ, അവിടെ നമ്മൾ വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. സോ ലെറ്റ് ഇറ്റ് ബി എഫ് ഓഫ് വൈ.
ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആണ്. എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ആരാണ്? വൈയിലുള്ളൊരു ഫംഗ്ഷൻ. റൈറ്റ്. നൗ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഡോ ഇസഡ് ബൈ ഡോ വൈ ഈക്വൽ ടു എക്സ് ക്യൂ ബൈ 3 പ്ലസ് എക്സ് വൈ പ്ലസ് എഫ് ഓഫ് വൈ, ഈ ഒരു സ്റ്റെപ്പിൽ വന്ന് നിൽക്കുക. വീണ്ടും ഇവിടെ ഡെറിവേറ്റീവ് ഉണ്ട്. ആരാ? ഡോ ബൈ ഡോ വൈ. ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ, ഇൻ്റഗ്രേറ്റിംഗ് ദ എബോവ് ഇക്വേഷൻ ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ വൈൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആര് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം? കീപ് എക്സ് ആസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, കീപ് എക്സ് ആസ് ഫിക്സ്ഡ് ഓർ കോൺസ്റ്റൻറ്റ്. റൈറ്റ്. സോ ദ റിസൾട്ട് ഈസ് ഇൻ്റഗ്രൽ ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ്, ഓക്കെ, ഇൻറ്റു ഡി വൈ ഈക്വൽ ടു integral of each term x cube by 3 dy plus integral of x y dy plus integral of f of y dy plus an integral constant. അത് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാലും മതി, നമുക്ക് ഇൻ്റഗ്രേഷൻ എടുത്തിട്ട് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വൈ, ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഇസഡ്. ആ ഡെറിവേറ്റീവ് cancel is equal to integral of x cube by 3 with respect to y ലാണെങ്കിൽ x ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ x ക്യൂബ് ബൈ 3 ഇൻറ്റു y. ഓക്കെ, പ്ലസ് അടുത്ത ടേമിൽ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്, വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് സോ വൈയുടെ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 2 പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് വൈ ഡി വൈ. തൽക്കാലം ഞാൻ ആ സ്റ്റെപ്പിൽ അവിടെ തന്നെ അതേ കണക്കിന് എഴുതിയാണ് എഫ് ഓഫ് വൈ ഡി വൈ. ദെൻ പ്ലസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ആ ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണെങ്കിൽ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമ്മളുടെ ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആരായിരിക്കും? ഇവിടെ നോക്കുക, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ വൈയിലുള്ള ഫംഗ്ഷൻ ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ്. ഇൻ എ സിമിലർ വേ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് എക്സിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. സോ ഞാനിതിൽ ജി ഓഫ് എക്സ് എന്ന് നൊട്ടേഷൻ കൊടുക്കും. റൈറ്റ്. നൗ ഇൻ്റഗ്രൽ ഓഫ് എഫ് വൈ ഡി വൈ, എഫ് വൈ ഒരു വൈയിലുള്ള ഫംഗ്ഷൻ, അതിന് വീണ്ടും വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വൈയിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ എന്താ ഇൻ്റഗ്രൽ ഓഫ് എഫ് വൈ ഡി വൈക്ക് പകരം ഈ വൈയിലുള്ളൊരു ഫംഗ്ഷൻ ചൂസ് ചെയ്യാണ്. എഫ് വൈ ഡി വൈ ഇറ്റ് ഈസ് ലെറ്റ് ഇറ്റ് ബി എച്ച് ഓഫ് വൈ. റൈറ്റ്. ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. വൈയിലുള്ളൊരു ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് വീണ്ടും വൈയിലുള്ളൊരു ഫംഗ്ഷൻ തന്നെയായിരിക്കും. Therefore our solution is z equal to x cube by 3 into y plus x by x y square by 2 plus h of y plus g of x. Right. This is our solution for the given partial differential equation. Okay, and here h and g are arbitrary function. h of y and g of x are arbitrary functions in x and y. Okay അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡ്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നോക്കുക. ഒരേ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ടേമാണ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈയിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും അവിടുത്തെ ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ്. വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എക്സിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും അവിടുത്തെ ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ദെൻ ഇനി ഇവിടെ ഓർക്കേണ്ട റിസൾട്ട് എന്ന് പറയുമ്പോൾ എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വൈ ഫിക്സഡ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ അതിനിടയ്ക്ക് എവിടെയെങ്കിലും വൈയിലുള്ള ഫംഗ്ഷൻ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതേപോലെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് എന്ന വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. അത് നമ്മളൊരു കോൺസ്റ്റൻ്റ് പോലെ ട്രീറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണെങ്കിൽ അതൊഴികെയുള്ള വേരിയബിൾ എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് അസ്യൂം ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇതാണ് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡ്. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഇവിടെ നമുക്ക് കിട്ടിയ എച്ച് ഓഫ് ഐ ജി ഓഫ് എക്സ് ഞാൻ പറഞ്ഞിരുന്നു ആർബിട്രറി ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ജനറൽ സൊല്യൂഷനാണ്. ആർബിട്രറി ഫങ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക? തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ജനറൽ സൊല്യൂഷനാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ സോൾവ് ഡോ ക്യൂബ് ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ
പ്ലസ് 2xy² പ്ലസ് കോസ് ഓഫ് 2x പ്ലസ് 3y ഈക്വൽ ടു 0. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിൽ ഒരേ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ടേമേ ഉള്ളൂ. സോ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ മെത്തേഡ്. അപ്പോൾ ഡയറക്റ്റ് ഇൻറ്റഗ്രേഷനിലേക്ക് കിടക്കും മുന്നേ ഈ ഡോ ക്യൂബ് ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ എന്ന ടേമിനെ എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക? ഇറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ അല്ലേ? നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ടേം എന്ന് വെച്ചാൽ ആരാണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ. അതാണ് ഡോ ക്യൂബ് ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക? ഏത് വേരിയബിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം? ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഈ ഡോ ബൈ ഡോ എക്സ് ടൈം ക്യാൻസലാവും. ഒന്നുകൂടി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. വീണ്ടും ആ ഡോ ബൈ ഡോ എക്സ് ടൈം ക്യാൻസലാവും. ലാസ്റ്റിൽ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് സൊല്യൂഷൻ ഇസഡിലേക്ക് പോകാം. റൈറ്റ്? അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ആരെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക? വൈ ആൻഡ് വൈയിലുള്ള ഫംഗ്ഷൻസ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എക്സിലുള്ള ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻറ്റഗ്രേഷൻ്റെ റൂളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ഡോ ക്യൂബ് ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ പ്ലസ് 2x y square plus cos of 2x plus 3y equal to 0. Let it be equation number 1. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് ചൂസ് ചെയ്യണം. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോണേ? ഇൻറ്റഗ്രേറ്റിംഗ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, ഇൻറ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. എങ്ങനെയാ? കീപ് y ആസ് ഫിക്സ്ഡ്. റൈറ്റ്? കീപ് y ആസ് ഫിക്സ്ഡ്. അപ്പോൾ വൈ വേരിയബിളിലുള്ള ഫംഗ്ഷൻ എല്ലാം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് ഡോ ക്യൂബ് ഇസഡ് ബൈ, ഇനിയിപ്പോൾ ഞാൻ ഈ സ്പ്ലിറ്റ് ചെയ്ത സ്റ്റെപ്പ് ഞാൻ എഴുതത്തില്ല, ഡയറക്റ്റ് ആ ഒരു ടേം മാത്രം എഴുതി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആവുന്നത് അടുത്ത് നമ്മൾ റിസൾട്ട് മാത്രമേ എഴുതുള്ളൂ. ഓക്കെ, ഡോ ക്യൂബ് ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ ഇൻറ്റു dx പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ടൈമിനകത്ത് കോൺസ്റ്റൻ്റ് ആരായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2y² കോൺസ്റ്റൻ്റ് ആയിട്ട്, സോ ആ കോൺസ്റ്റൻ്റ് പുറത്തെടുത്തു. ദെൻ എക്സ് dx പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് തേർഡ് ടൈമിൽ നമുക്ക് വൈയിലുള്ള ഫംഗ്ഷനിങ് ഒരുമിച്ച് പുറത്തെടുക്കാൻ പറ്റില്ല. കോസ് ഓഫ് 2x പ്ലസ് 3y എന്ന് കിടക്കണേ. അപ്പോൾ നമുക്കത് അതേ കണക്കിന് ട്രീറ്റ് എടുക്കാം. കോസ് ഓഫ് 2x പ്ലസ് 3y ഇൻറ്റു dx ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് 0 dx. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അത് നമുക്ക് ഇൻറ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പിന്നീട് കൊടുക്കാം. റൈറ്റ്? സോ ഡോ ക്യൂബ് ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇവിടുത്തെ ഡോ ബൈ ഡോ എക്സ് ടൈം ക്യാൻസൽ ആയിട്ട് ബാലൻസ് ആരാ? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. റൈറ്റ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് 2y², y വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. 2y² ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് എക്സ്, ഇറ്റ് ഈസ് x² ബൈ 2 പ്ലസ് കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്? സൈൻ ആണ്. സൈൻ ഓഫ് 2x പ്ലസ് 3y. ദെൻ ഇൻറ്റഗ്രേഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ 2x പ്ലസ് 3yയുടെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് എടുക്കണമെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ തന്നെയാണ്. അപ്പോൾ ഈ ടൈമിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എന്താ വരിക? 2 എന്ന് വരും. ശരിയല്ലേ? 2xൻ്റെ ഡെറിവേറ്റീവ് 3y വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ഈക്വൽ ടു റൈറ്റ് സൈഡ് ഇൻറ്റഗ്രൽ കോൺസ്റ്റൻറ്റ്. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻറ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആരാ? വൈയിലുള്ള ഒരു ഫംഗ്ഷനാണ്. അതിന് നമ്മളെപ്പോഴും എടുക്കുന്ന പോലെ ഞാൻ f(y) എന്ന് ചൂസ് ചെയ്തു. റൈറ്റ്? സോ നമുക്കിവിടെ കിട്ടിയ റിസൾട്ട് ഒന്ന് നോക്കുക. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് 2y² ഇൻറ്റു എക്സ്. ഇവിടെ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം. നമ്മളുടെ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് x² y² പ്ലസ് സൈൻ ഓഫ് 2x പ്ലസ് 3y ബൈ 2 ഈക്വൽ ടു f(y). ഇതാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഒരു തവണ ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട്. വീണ്ടും നമ്മൾ കണ്ടു ആ ഡെറിവേറ്റീവ് ടേമിനെ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കണേന്ന്. അപ്പോൾ ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഏതിൽ തന്നെയാണ്? ഈ ഡോ ബൈ ഡോ എക്സും ക്യാൻസൽ ആവാൻ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു
x, keep y fixed. Integral dou squared z by dou x dou y into dx പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് ഇവിടെയും വൈ സ്ക്വയർ എക്സ് സ്ക്വയർ നമ്മുടെ സെക്കൻഡ് ടൈം അല്ലേ. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ എന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുത്തു, എക്സ് സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, പ്ലസ് 1/2 ഇവിടെ കോൺസ്റ്റൻ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സൈൻ ഓഫ് 2x പ്ലസ് 3y dx ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് വൈ dx. ഓക്കെ, അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ത്രൂ ഔട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ ഡോ ബൈ ഡോ എക്സ് ക്യാൻസലായി, ഇനി അടുത്ത ടൈം വരുന്നത് എന്താ, അതിൻ്റെ ബാലൻസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റഗ്രേറ്റ് ടൈം പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ എന്താ, എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 1/2 സൈൻ ഓഫ് സൈനിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് കോസ്, സോ മൈനസ് കോസ് ഓഫ് 2x പ്ലസ് 3y. ദെൻ ഇൻറ്റഗ്രേഷൻ കംപ്ലീറ്റ് ആയോ, ഇല്ല, 2x പ്ലസ് 3yയുടെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ദറ്റ് ഈസ് 2. ഓക്കെ, ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് നോക്കി, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് വൈ നമ്മൾ ആരായിട്ട് എടുത്തിരിക്കുന്നത്, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. വൈയിലുള്ളൊരു ഫംഗ്ഷൻ എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു 5 എന്നാണ് ഒരു കോൺസ്റ്റൻറ്റ്, 5 ഇൻറ്റു ഡി എക്സ്. ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ 5 ഇൻറ്റു ഇൻറ്റഗ്രൽ 1 ഡി എക്സ് എന്ന് എഴുതും, ദറ്റ് ഈസ് 5x എന്ന് വരും അല്ലേ. ഇപ്പോൾ 5ഓ 10ഓ 100ഓ പോലെ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ എഫ് ഓഫ് വൈക്ക് അല്ലേ. എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് വൈ ഒരു കോൺസ്റ്റൻറ്റ് പോലെ. അപ്പോൾ എഫ് ഓഫ് വൈ ഇൻറ്റു ഇൻറ്റഗ്രൽ 1 ഡി എക്സ്, 1 ഡി എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് എന്ന് കിട്ടും, ശരിയല്ലേ. അപ്പോൾ എഫ് വൈ ഇൻറ്റു എക്സ് പ്ലസ് ഇത് കംപ്ലീറ്റ് ആയില്ല, നമുക്കൊരു ഇൻറ്റഗ്രൽ കോൺസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആരാണ്, വൈയിലുള്ളൊരു ഫംഗ്ഷനാണ്. സോ അതിന് ഞാൻ ജി ഓഫ് വൈ എന്ന് കൊടുത്തു. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് ഓർക്കുക, ഇവിടെ എഫ് വൈ കോൺസ്റ്റൻ്റ് ആണ്, അയാൾ നമ്മൾ ഇൻറ്റഗ്രൽ സൈനെ പുറത്ത് കൊണ്ടുവന്നു. ദെൻ ഇൻറ്റഗ്രൽ ഓഫ് 1 ഡി എക്സ് ഈ ടൈമിന് എഴുതുന്നു, അതിൻ്റെ ഇൻറ്റഗ്രൽ എക്സ്, റൈറ്റ്. ദെൻ ഡോ ഇസഡ് ബൈ ഡോ വൈ പ്ലസ് x cube y squared by 3. Then 1/2 into 1/2 1/4, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പ്ലസ് ഇൻറ്റു മൈനസ് 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 1/4 കോസ് ഓഫ് 2x പ്ലസ് 3y ഈക്വൽ ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. ഓക്കെ, എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ പ്ലസ് ജി ഓഫ് വൈ, റൈറ്റ്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സൊല്യൂഷൻ ആയോ, ഇല്ല, ഇവിടെ വീണ്ടും ഒരു ഡെറിവേറ്റീവ് ടൈമിൽ കിടക്കുന്നുണ്ട്, ഡോ ഇസഡ് ബൈ ഡോ വൈ. അപ്പോൾ ഇതിനെ കൂടി നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഡെറിവേറ്റീവ് കളഞ്ഞാൽ നമ്മുടെ സൊല്യൂഷനിലെത്താം. അതായത് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ, കീപ് ദ വേരിയബിൾ എക്സ് ആസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, കീപ് എക്സ് ആസ് കോൺസ്റ്റൻറ്റ് ഓർ ഫിക്സ്ഡ്, കീപ് എക്സ് ആസ് കോൺസ്റ്റൻറ്റ്. നമുക്ക് എന്താ കിട്ടുന്നത്, ഇൻറ്റഗ്രൽ ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഇവിടെ സെക്കൻഡ് ടൈമിൽ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്നതായിരിക്കുക എക്സ് ക്യൂബ് ബൈ 3. സോ എക്സ് ക്യൂബ് ബൈ 3 കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് വൈ സ്ക്വയർ ഡി വൈ മൈനസ് 1/4 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് കോസ് ഓഫ് 2x plus 3y dy ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 2 ടേം ഉണ്ട്, 2 ടേമിനെ വിത്ത് റെസ്പെക്റ്റീവ് വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, സോ എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് വൈ ഡി വൈ പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് ജി ഓഫ് വൈ ഡി വൈ. ഇൻറ്റഗ്രൽ കോൺസ്റ്റൻ്റ് നമ്മൾ തൊട്ടടുത്ത സ്റ്റെപ്പിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാവാൻ വഴിയില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഞാൻ ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ഒഴികെയുള്ളതെല്ലാം ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാമാണ് ഇൻറ്റഗ്രൽ സൈന് പുറത്തേക്ക് ഞാൻ എഴുതിയിരിക്കുന്നത്, റൈറ്റ്. ദെൻ ഡോ ഇസഡ് ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്താ, ഇസഡ് എന്ന ടൈം അല്ലേ. ഇസഡ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഇൻറ്റു വൈ സ്ക്വയർ, ഇൻറ്റഗ്രൽ ഈസ് വൈ ക്യൂബ് ബൈ 3 മൈനസ് 1/4 cos integral is sin of 2x plus 3y whole divided by
വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻ്റഗ്രൽ ഇവിടുത്തെ ഡെറിവേറ്റീവ് ടൈം എന്ന് പറയുമ്പോൾ 3 ആണ് വരിക. ഓക്കെ, 3 വൈയുടെ ഡെറിവേറ്റീവ് ടൈം 3 ഈക്വൽ ടു റൈറ്റ് സൈഡ് അഗെയിൻ എക്സ് ഇൻറ്റു ഫംഗ്ഷൻ വൈയിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വീണ്ടും നമുക്ക് കിട്ടുന്നത് വൈയിലുള്ളൊരു ഫംഗ്ഷൻ തന്നെയായിരിക്കും. സോ അതിന് ഞാൻ എന്ത് ചെയ്യുകയാണ്, എക്സ് ഇൻറ്റു നമുക്ക് തൽക്കാലം ഇവിടെ എഫ് ഓഫ് വൈ എന്ന് തന്നെ കിടന്നോട്ടെ. അടുത്ത സ്റ്റെപ്പിൽ നമുക്കതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് വൈ പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് ജി ഓഫ് വൈ പ്ലസ് ജി ഓഫ് വൈ ഡി വൈ പ്ലസ് ഇനി എന്താ ചെയ്യുക, നമുക്ക് ഈ വൈയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എക്സിലുള്ള ഫംഗ്ഷനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പം ഇവിടെ ഇപ്പോൾ എഫ് ഓഫ് ഐ ആയി ജി ഓഫ് ഐ ആയി. അടുത്ത് ഞാൻ എന്താ ചെയ്യുന്നത്, എച്ച് ഓഫ് എക്സ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എച്ച് ഓഫ് എക്സ് എക്സിലുള്ളൊരു ഫംഗ്ഷൻ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ്. ലെറ്റ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് വൈ ഡി വൈ വൈയിലുള്ളൊരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വീണ്ടും കിട്ടുന്നത് നമുക്ക് വൈയിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. ലെറ്റ് ഇറ്റ് ബി യു ഓഫ് വൈ ആൻഡ് integral of g of y dy, another arbitrary function. We can integrate this function with respect to y and it gives function in y. Let it be v of y. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈക്ക് പകരം യു വൈ എന്നും ജി ഓഫ് വൈ ഡി വൈക്ക് പകരം വി ഒ എന്നും കൊടുത്തു. രണ്ട് ആർബിട്രറി ഫംഗ്ഷൻസ് ആണ്, വൈയിലുള്ള ഫംഗ്ഷൻസ് ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടും ഒരു വൈയിലുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് യു വൈ വി വൈ എന്ന് നൊട്ടേഷൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് മുകളിലുള്ള നമ്മുടെ സൊല്യൂഷനാണിത്. ഇസഡ് പ്ലസ് എക്സ് ക്യൂബ് വൈ ക്യൂബ് ബൈ 3 into 3, that is 9 minus 1 by 12 sin of 2x plus 3y equal to x into integral of f of y dy എന്ന ടേമിന് പകരം u of y plus v of y plus the integral constant h of x. Okay, therefore our final solution നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത് ആർബിട്രറി ഫംഗ്ഷൻസ് ഉള്ള ആർബിട്രറി ഫംഗ്ഷൻസ് ആരൊക്കെയാണ്, യു വൈ വി വൈ ആൻഡ് എച്ച് എക്സ് ആർ ആർബിട്രറി ഫംഗ്ഷൻസ്. അപ്പോൾ ആർബിട്രറി ഫംഗ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷനെ നമ്മൾ എന്താ വിളിക്കണേ, ജനറൽ സൊല്യൂഷൻ എന്ന് വിളിക്കും. സോ ഇസഡ് ഈക്വൽ ടു നെഗറ്റീവ് ടൈം റൈറ്റ് സൈഡ് പോകുമ്പോൾ പോസിറ്റീവ് ടൈം ആകും 1/12 സൈൻ ഓഫ് 2x plus 3y. ദെൻ പ്ലസ് പോസിറ്റീവ് ടൈം റൈറ്റ് സൈഡ് പോയാൽ നെഗറ്റീവ് ടൈം ആകും 1/9 x cube y cube. then already right side കിടക്കുന്ന മൂന്ന് ഫംഗ്ഷൻസ് x into u of y plus v of y plus h of x. right, so this is the general solution of our given partial differential equation. ഇവിടെ ഇക്വേഷൻ സോൾവ് ചെയ്തത് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡിലാണ്. എങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് ആ ഒരു ജനറൽ സൊല്യൂഷൻ ഫോം ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, look this question. Solve dou square z by dou x dou y equal to sin x sin y, for which dou z by dou y equal to minus 2 sin y when x equal to 0 and z equal to 0 when y is an odd multiple of pi by 2. ഇവിടെ എന്താണ് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നിന്നുള്ള ഡിഫറൻസ്? ഇവിടെയും ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയുണ്ട് അല്ലേ? ആരാ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു സൈൻ എക്സ് സൈൻ വൈ. ഒരേ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ടൈമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ PDE നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാം. ബട്ട് ഇവിടെ ചില അഡീഷണൽ ഇൻഫർമേഷൻസ് കൂടി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിഷ്യൽ കണ്ടീഷൻസ് കൂടി തന്നിട്ടുണ്ട്. എന്താണ്? വെൻ എക്സ് ഈക്വൽ ടു 0, എക്സ് 0 ആയാൽ ഡോ സെഡ് ബൈ ഡോ വൈ ഈക്വൽ ടു -2 സൈൻ വൈ, ആൻഡ് when y is an odd multiple of pi by 2, the value of z must be 0. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മളുടെ തൊട്ട് മുന്നത്തെ രണ്ട് പ്രോബ്ലത്തിൽ നമ്മൾ ആർബിട്രറി ഫംഗ്ഷൻസ് ഉള്ള ഒരു ജനറൽ സൊല്യൂഷൻ ഫോം ചെയ്തു. ഇവിടെ ഈ രണ്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആർബിട്രറി ഫംഗ്ഷൻസ് കൂടി എലിമിനേറ്റ് ചെയ്ത് ഇതിൻ്റെ എക്സാക്ട് സൊല്യൂഷൻ കാണാൻ പറ്റും. ഓക്കെ, അതിനു വേണ്ടിയാണ് ഈ രണ്ട് അഡീഷണൽ കണ്ടീഷൻസ് തന്നിരിക്കുന്നത്. റൈറ്റ്, അപ്പോൾ തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഈ അഡീഷണൽ കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളുടെ ആർബിട്രറി ഫംഗ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്തുള്ള എക്സാക്ട് സൊല്യൂഷൻ ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.
dou square z by dou x dou y equal to sin x sin y. We can integrate with respect to x, right? Keep y as a constant. Integrate with respect to x. Keep y as constant. We get integral of dou square z by dou x dou y dx equal to integral of sin x sin y dx. Right? Then what about the integral of dou square z by dou x dou y d with respect to x? Dou square z by dou x dou y ൽ dou by dou x ടൈം ക്യാൻസൽ ആയിട്ട് ബാലൻസ് ഡെറിവേറ്റീവ് dou z by dou y എക്സിസ്റ്റ് ചെയ്യും. റൈറ്റ് സൈഡിൽ sin x sin y ആണ് ഫംഗ്ഷൻ. കീപ് y ആസ് കോൺസ്റ്റൻ്റ് ഓർ y ആസ് ഫിക്സ്ഡ്. വൈയിലുള്ള ഫംഗ്ഷൻ sin y കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. Integral of sin x is minus cos x. Okay, so minus cos x plus an integral constant. Integral constant with respect to x is a function in y. Let it be equation number 1. Okay, ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് തന്നിരിക്കുന്ന കണ്ടീഷനിലേക്ക് ഒന്ന് നോക്കി. വെൻ എക്സ് ഈക്വൽ ടു 0 ദ വാല്യൂ ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഈക്വൽ ടു -2 sin y. നമ്മളിപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത് ആരാണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്. ആർബിട്രറി ഫംഗ്ഷൻ എഫ് ഓഫ് വൈ ഉള്ള ഒരു ഇക്വേഷൻ ഡോ ഇസഡ് ബൈ ഡോ വൈ ഫോം ചെയ്തു. അപ്പം നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്താൽ, ഈ ഫസ്റ്റ് ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ ഈ എഫ് ഓഫ് വൈയുടെ വാല്യൂ നമുക്ക് എന്താണ് എന്ന്, ഒറിജിനൽ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഗിവൺ ദാറ്റ് വെൻ എക്സ് ഈക്വൽ ടു 0 എക്സ് 0 ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഡോ ഇസഡ് ബൈ ഡോ വൈയുടെ വാല്യൂ എന്തായിരിക്കും? -2 sin y എന്നായിരിക്കും. മനസ്സിലാവൂ? അപ്പോൾ എക്സ് 0 വെൻ എക്സ് ഈക്വൽ ടു 0 ഡോ ഇസഡ് ബൈ ഡോ വൈ ഈക്വൽ ടു -2 sin y. ദെർഫോർ ഇക്വേഷൻ 1 ഇംപ്ലൈസ്, ഞാൻ ഇക്വേഷൻ 1ൽ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അതിനെല്ലാം ഞാൻ 0 എന്ന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഡോ ഇസഡ് ബൈ ഡോ വൈയുടെ വാല്യൂ എന്തായിട്ട് മാറും? -2 sin y. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? റൈറ്റ് സൈഡിലാണല്ലോ എക്സ് ഉള്ളത്. മൈനസ് സൈൻ വൈയും കോസ് എക്സ്, സൈൻ വൈ ഇൻറ്റു മൈനസ് കോസ് എക്സ് മൈനസ് സൈൻ വൈ കോസ് എക്സ്. സോ മൈനസ് സൈൻ വൈ ഇൻറ്റു കോസ് എക്സ്. കോസ് എക്സിന് പകരം ഞാൻ എന്താ കൊടുക്കണേ? 0 എന്ന്. ഓക്കെ, റൈറ്റ് സൈഡിലുള്ള ബാലൻസ് ടൈം എഫ് ഓഫ് വൈ. സോ ഈ വാല്യൂ എക്സ് ചൂസ് ചെയ്യുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ വൈയുടെ ലെഫ്റ്റ് സൈഡിലെ ഡോ ഇസഡ് ബൈ ഡോ വൈ ഓട്ടോമാറ്റിക്കായിട്ട് ആരായി മാറും? -2 sin y. റൈറ്റ്. സോ ഇവിടെ നിന്ന് we know that cos 0 is 1. Okay, so this implies -2 sin y equal to minus sin y into 1. That is cos 0യുടെ വാല്യൂ 1 ആണ്. മൈനസ് sin y into 1 is minus sin y plus f of y. റൈറ്റ്. ദെൻ ഈ മൈനസ് sin y ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. -2 sin y പ്ലസ് സൈൻ വൈ അല്ലേ? റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് സൈൻ വൈ പ്ലസ് സൈൻ വൈ ആയി ഈക്വൽ ടു എഫ് ഓഫ് വൈ. Therefore, what about the value of f of y? F of y equal to -2 plus 1, that is -1 sin y, or it is minus sin y. മനസ്സിലാവും? ഇക്വേഷൻ 1 ഇംപ്ലൈസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ മാറും? ഡോ ഇസഡ് ബൈ ഡോ വൈ ഈക്വൽ ടു, നമ്മൾ ആ എഫ് ഓഫ് വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് വൈ ഇൻ ഇക്വേഷൻ 1. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പ് ഞാൻ എഴുതണ്ടല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് വൈ ഇൻ ഇക്വേഷൻ 1. വി ഗെറ്റ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് സൈൻ വൈ കോസ് എക്സ് മൈനസ് സൈൻ വൈ. എഫ് ഓഫ് വൈ ഈക്വൽ ടു മൈനസ് സൈൻ വൈ. റൈറ്റ്. with respect to y. Then integral of dou z by dou y into dy equal to integral of മൈനസ്, നമുക്കിവിടെ സെക്കൻഡ് ടൈം നമുക്കറിയാം വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആരെയാണ്? കീപ് എക്സ് ആസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സിലുള്ള ഫംഗ്ഷനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ കോസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ സൈനിന് പുറത്ത് കോസ് എക്സ് എടുത്തു. ദെൻ ഒരു മൈനസ് സൈൻ കൂടി അവിടെ ഉണ്ടായിരുന്നു. ദെൻ ഇൻ്റഗ്രൽ ഓഫ് സൈൻ വൈ ഡി വൈ. ദെൻ സെക്കൻഡ് ടൈമിലും ഇൻ്റഗ്രൽ ഓഫ് സൈൻ വൈ ഡി വൈ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ത് വരും? ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നതാരാ? ഇസഡ്.
ഓക്കെ, ഡെറിവേറ്റീവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഇസഡ് കിട്ടും. ദെൻ മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈയുടെ ഇൻറ്റഗ്രൽ മൈനസ് സൈൻ കോസ് വൈ. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കോസ് എക്സ് കോസ് വൈ. Then again minus sin y integral is minus cos y, minus into minus plus cos y plus y ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ആരാ ഇൻറ്റഗ്രൽ കോൺസ്റ്റൻറ്റ്? എക്സിലുള്ളൊരു ഫംഗ്ഷൻ ഇൻറ്റഗ്രൽ കോൺസ്റ്റൻറ്റ്. ഇവിടെ എഫ് ഓഫ് വൈ നമ്മളെടുത്തു, അതേപോലെ എക്സിലുള്ള ഇൻറ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ജി ഓഫ് എക്സ് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കുക, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇവിടെ നമ്മളുടെ സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. സെക്കൻഡ് കണ്ടീഷൻ തന്നിരിക്കുന്നത് എന്തെന്നാ നോക്കുക. വെൻ y ഈസ് ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എക്സഡ് ദ വാല്യൂ ഓഫ് ഇസഡ് ഈസ് 0. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. ഇത് അപ്ലൈ ചെയ്ത് ഞാൻ ഇവിടുത്തെ ഇൻറ്റഗ്രൽ കോൺസ്റ്റൻറ്റ് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ കാണും. ഓക്കെ, നമുക്കെങ്ങനെയാണ് ഈ വാല്യൂ കാണാൻ പോകുന്നതെന്ന്. ഓക്കെ, ഗിവൺ ദാറ്റ് when y is an odd multiple of π/2 the value of z must be z equal to 0 അല്ലേ? z 0 ആയി മാറും. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു 2n+1 π/2 റൈറ്റ്. നമ്മൾ ഓഡ് മൾട്ടിപ്പിളിന് അല്ലെങ്കിൽ ഓഡ് നമ്പറിന് നമ്മൾ 2n+1 2n-1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. സോ y ഈക്വൽ ടു 2n+1 π/2 നമുക്ക് എടുക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ 2 ഇംപ്ലൈസ് വൈക്ക് പകരം ഞാൻ 2n+1 π/2 എന്നാണ് കൊടുക്കാൻ പോകുന്നത്. റൈറ്റ് സൈഡിലല്ലേ y ഉള്ളത്. സോ കോസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് 2n+1 π/2. ദെൻ സെക്കൻഡ് ടൈമിലും ഇത് തന്നെയാണ്, കോസ് ഓഫ് 2n+1 π/2 പ്ലസ് ജി ഓഫ് എക്സ്. ലെഫ്റ്റ് സൈഡ് y 2n+1 π/2 എന്ന് അല്ലെങ്കിൽ π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ ആരാടെ 0 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇസഡ് എന്തായി മാറും? 0 ആയി മാറും. ഇനി നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. കോസിൻ്റെ π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിളിനെല്ലാം കോസിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്താണ്? കോസ് എക്സ് ഇൻറ്റു അതായത് π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിളിന് കോസിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ 0 + 0 + ജി ഓഫ് എക്സ്. കോസ് എക്സ് ഇൻറ്റു 0 ഈസ് 0. അപ്പോൾ ഈ ടൈമെല്ലാം 0. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ജി ഓഫ് എക്സ് നമ്മുടെ എക്സിലുള്ള കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ നടത്തില്ല, ഇൻറ്റഗ്രൽ കോൺസ്റ്റൻറ്റ്, അതെന്തായിരിക്കും? 0 ആയിരിക്കും. Therefore, substitute the value of g of x in equation number 2. We get z equal to cos x cos y plus cos y. Right? That is cos y into 1 plus cos x. This is our final exact solution. The exact solution. Exact solution. Look this question. Solve dou square z by dou x square equal to a square z. Given that when x equal to 0, dou z by dou x equal to a sin y and dou z by dou y equal to 0. Right? Given that the partial differential equation is dou square z by dou x square equal to a square z. Okay, എങ്ങനെയാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. അവിടെ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ടേമേ ഉള്ളൂ, ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ വഴി സോൾവ് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ജനറൽ സൊല്യൂഷൻ ഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇൻറ്റഗ്രേഷനിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന ടൈമാണ് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടൈം ഇസഡ് ആണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ ആരാ? എക്സിലും വൈയിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇൻറ്റഗ്രേഷനിൽ ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ വൈ വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മളത് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. പക്ഷേ ഇസഡ് വേരിയബിൾ ഉണ്ടെങ്കിൽ ഇസഡ് എക്സിലും വൈയിലുള്ള ഫംഗ്ഷനാണ്, അവിടെ ഡയറക്റ്റ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ, പോസിബിൾ അല്ല. അവിടെ ആ ഒരു കേസ് എക്സിസ്റ്റ് ചെയ്യണതുകൊണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത മെത്തേഡിലേക്ക് കൊണ്ടുപോകുന്നത് നോക്കുക. ഇവിടെ ഇസഡ് എക്സിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആണ് എങ്കിൽ നമ്മുടെ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇസഡ്, ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്ന ചേഞ്ച് എന്താണെന്ന് നോക്കുക. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ
ഇസഡ് എക്സിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല, അവിടെ ടോട്ടൽ ഡെറിവേറ്റീവ് ആവും ഉണ്ടാവുക. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ ഇസഡ് ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. ഈ റൈറ്റ് സൈഡുള്ള എ സ്ക്വയർ ഇസഡ് കൂടി ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ എ സ്ക്വയർ ഇസഡ് ഈക്വൽ ടു 0. ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായി എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ് ഫോമിലേക്ക് മാറി. So we know that capital D stands for d by dx, right? So this equation can be rewritten as d square z minus a square z equal to 0. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും, നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ സോൾവ് ചെയ്തിട്ടുണ്ടല്ലേ. എങ്ങനെയാ? ഡി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ഇസഡ് ഈക്വൽ ടു 0, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ്. സോ ദ സൊല്യൂഷൻ കണ്ടെയ്ൻസ് ഓൺലി വൺ പാർട്ട്, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. എങ്ങനെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കാണുന്നത്? ഇവിടെ നിന്ന് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യുന്നു. ഓക്സിലറി ഇക്വേഷൻ എന്തായിരിക്കും? റീപ്ലേസ് ഡി വിത്ത് എം, ദറ്റ് ഈസ് എം സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു 0. ദെൻ എം സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ, എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ, റൈറ്റ്? ടു ഡിഫറെൻറ്റ് റൂട്ട്സ്, എം ഈക്വൽ ടു പ്ലസ് എ ആൻഡ് എം ഈക്വൽ ടു മൈനസ് എ. ദെൻ the solution is variable is z, so solution is z equal to distinct roots, right? So c1 e raised to ax plus c2 e raised to minus ax. Okay, if z is a function of x alone, right, then we can rewrite the partial differential equation as d square z by dx square minus a square z equal to 0. And using the notation capital D for d by dx, this equation becomes d square minus a square into z equal to 0, and the solution is the c1 e raised to ax plus c2 e raised to minus ax. Using auxiliary equation m square minus a square equal to 0, we have the roots m equal to plus a and minus a. അതുകൊണ്ട് നമ്മൾ സൊല്യൂഷൻ ഇങ്ങനെ എഴുതി, ശരിയല്ലേ? അവിടെ c1ഉം c2 ആരാണ്? ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇസഡ് ആരല്ല, എക്സിൽ മാത്രമുള്ളൊരു ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷനിൽ ഈ c1 c2 എന്ന ആർബിട്രറി കോൺസ്റ്റൻറ്റ് പകരം എന്ത് കൊടുക്കാം? ആർബിട്രറി ഫങ്ഷൻസ് എഫ് ഓഫ് ഐ ആൻഡ് ജി ഓഫ് ഐ, റൈറ്റ്? ഇതേ തന്നെയാണ് ഇവിടുത്തെ സൊല്യൂഷനായിട്ട് നമ്മളിത് ചൂസ് ചെയ്യുന്നു. പക്ഷേ ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആർബിട്രറി കോൺസ്റ്റൻസിന് പകരം നമുക്ക് എഫ് ഓഫ് വൈ ജി ഓഫ് വൈ ടു ആർബിട്രറി ഫങ്ഷൻസ് ഇൻ വൈ എന്ന് കൊടുക്കാം, റൈറ്റ്? സോ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ഈസ്, ഇത് നമുക്ക് നമ്മളുടെ നോർമൽ കേസിൽ നമ്മൾ സൊല്യൂഷൻ കാണുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെയാണ് നമ്മളിവിടുന്ന് സോൾവ് ചെയ്യുന്നത് നോക്കുക. ഇഫ് ഇസഡ് വേർ എ ഫങ്ഷൻ ഓഫ് എക്സ് അലോൺ, ഇഫ് ഇസഡ് വേർ എ ഫങ്ഷൻ ഓഫ് എക്സ് അലോൺ, the solution would be or the solution is of the form would have been z equal to c1 e raised to ax plus c2 e raised to minus ax, right? So here c1 and c2 are the arbitrary constants, where c1 and c2 are arbitrary constants, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇസഡ് എക്സിൽ മാത്രമുള്ളൊരു ഫംഗ്ഷൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോം ചെയ്ത പോലെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാം. അവിടെ നിന്ന് c1 e raised to ax plus c2 e raised to ax ആണ് സൊല്യൂഷൻ എന്ന് നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ ഇസഡ് എന്തല്ല, ബട്ട് ഹിയർ ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് എക്സ് ആൻഡ് വൈ. ഓക്കെ, ഹിയർ z is a function of both x and y, right? Then എക്സിലും വൈയിലുള്ളൊരു ഫംഗ്ഷനാണ് z. അതിനാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളുടെ ആർബിട്രറി കോൺസ്റ്റൻറ്റ് c1 c2നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വൈയിലുള്ള ഫംഗ്ഷനായിട്ട് കൊടുക്കുക, ആർബിട്രറി ഫംഗ്ഷൻസ് കൊടുക്കുക. Therefore the solution z, the solution of the given equation, okay, given equation is z equal to f of y e raised to
ax plus g of y e raised to minus ax. Right, let it be equation number 1. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് തൊട്ട് മുൻപുള്ള 3 ക്വസ്റ്റ്യന് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്തത്? ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ തന്നെയാണ് സോൾവ് ചെയ്തത്. പക്ഷേ ഈ ഒരു മോഡലിൽ ആ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇസഡ് എന്നൊരു ടൈം വന്നതുകൊണ്ടാണ്. നമുക്ക് അവിടെ നിന്ന് നോർമൽ കേസിൽ ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് വേരിയബിൾ അവിടെ ഉള്ളത് കൊണ്ട് അവിടെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമുക്ക് കറക്റ്റ് ഇൻ്റഗ്രൽ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അവിടെ ഈ ഒരു ഡയറക്റ്റ് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹെൽപ്പോടുകൂടി ഒരു ജനറൽ സൊല്യൂഷൻ ഫോം ചെയ്യുന്നു. ജനറൽ സൊല്യൂഷനിൽ ആർബിട്രറി കോൺസ്റ്റൻസിന് പകരം ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലായതുകൊണ്ട് നമ്മൾ വൈയിലുള്ള ഫംഗ്ഷൻസ് ആർബിട്രറി ഫംഗ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ കിട്ടിയാൽ ഡൗട്ടില്ലല്ലോ. അടുത്ത കേസ് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഇവിടെ നിന്ന് ഈ ആർബിട്രറി ഫംഗ്ഷൻസിലൂടെ എലിമിനേറ്റ് ചെയ്ത് എക്സാക്ട് സൊല്യൂഷൻ കാണാനായിട്ടാണ് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിരിക്കുന്നത്. എന്താ ഇവിടുത്തെ ഇനിഷ്യൽ കണ്ടീഷൻ? വെൻ എക്സ് ഈക്വൽ ടു 0, എക്സ് 0 ആകുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എ സൈൻ വൈ. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്താകും? 0 ആകും. ശരിയല്ലേ? എക്സ് 0 ആകുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എ സൈൻ വൈ ആകും. ഡോ ഇസഡ് ബൈ ഡോ വൈ 0 ആകും. അപ്പോൾ ഇവിടെ നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഉണ്ടോ? ഡോ ഇസഡ് ബൈ ഡോ എക്സോ ഡോ ഇസഡ് ബൈ ഡോ വൈയോ ഒന്നും നമുക്കില്ല. പകരം സൊല്യൂഷൻ ഇസഡ് ഉണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന ടൈം ഫോം ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന ടൈം ഫോം ചെയ്യാം. എന്നിട്ട് നമ്മുടെ തന്നിരിക്കുന്ന കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. റൈറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? തന്നിരിക്കുന്ന ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഡിഫറൻഷ്യേറ്റ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്തായിരിക്കും കിട്ടുന്ന റിസൾട്ട്? ലെഫ്റ്റ് സൈഡ് ഡോ ഇസഡ് ബൈ ഡോ എക്സ്. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ടൈം എഫ് ഓഫ് ഐ, ദെൻ എഫ് ഓഫ് ഐ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എ എക്സ്, ദറ്റ് ഈസ് എഫ് ഓഫ് ഐ ഇൻറ്റു ഇ റേസ് ടു എ എക്സ് ഇൻറ്റു എ. ഓക്കെ, പ്ലസ് സെക്കൻഡ് ജി ഓഫ് ഐ കോൺസ്റ്റൻ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എ എക്സ് എന്ന ടൈമിൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു മൈനസ് എ. ദറ്റ് ഈസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു എ എഫ് ഓഫ് വൈ ഇ റേസ് ടു എ എക്സ് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് എ ജി ഓഫ് വൈ ഇ റേസ് ടു മൈനസ് എ എക്സ്. റൈറ്റ്, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, എന്തിനാണ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന ടൈം ഫോം ചെയ്തത്? നമുക്ക് സൊല്യൂഷൻ കിട്ടിയാൽ പോരായിരുന്നു. അപ്പോൾ സൊല്യൂഷനകത്തുള്ള ആർബിട്രറി ഫംഗ്ഷനും കൂടി നമുക്ക് കളഞ്ഞിട്ട് അല്ലെങ്കിൽ അവയുടെ വാല്യൂ കൂടി കണ്ടെത്തി എക്സാക്ട് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വാല്യൂസ് കാണാൻ വേണ്ടി തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷനിൽ ഡോ ഇസഡ് ബൈ ഡോ എക്സിൻ്റെയും ഡോ ഇസഡ് ബൈ ഡോ വൈയുടെയും വാല്യൂ ആണ് ഉള്ളത്. അതിനാണ് നമ്മൾ നമുക്ക് കിട്ടിയ ജനറൽ സൊല്യൂഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന ടൈം ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന ടൈം കൂടി ഫോം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യേറ്റ് 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. റൈറ്റ്, ദെൻ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഫസ്റ്റ് ഇക്വേഷൻസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നത് ലെഫ്റ്റ് സൈഡ് ഡോ ഇസഡ് ബൈ ഡോ വൈ ആൻഡ് റൈറ്റ് സൈഡ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എഫ് വൈയുടെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് വൈ. ഇ റേസ് ടു എ എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇ റേസ് ടു എ എക്സ് ഇൻറ്റു എഫ് ഡാഷ് വൈ പ്ലസ് ഇ റേസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു ജി ഡാഷ് വൈ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. റൈറ്റ്, അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഈ 2 ഇക്വേഷനിലേക്കും നമുക്ക് തന്നിരിക്കുന്ന ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. ഗിവൺ കണ്ടീഷൻസ് ആർ വെൻ എക്സ് ഈക്വൽ ടു 0, എക്സ് 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക? വെൻ എക്സ് ഈക്വൽ ടു 0 ദ വാല്യൂ ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈസ് എ സൈൻ വൈ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? സെക്കൻഡ് ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇക്വേഷൻ നമ്പർ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? എക്സ് 0 ആകുമ്പോൾ ഇക്വേഷൻ നമ്പർ 2 നിങ്ങൾക്ക് കാണാം. എക്സ് 0 ആകുമ്പോൾ മീൻസ് എക്സ് എവിടെയൊക്കെയാണ് ഉള്ളത്? ഇ റേസ് ടു എ എക്സ്, ഇ റേസ് ടു മൈനസ് എക്സ് റൈറ്റ് സൈഡിൽ എ എഫ് ഓഫ് വൈ ഇൻറ്റു ഇ റേസ് ടു എ ഇൻറ്റു 0 ഇ റേസ് ടു 0 മൈനസ് എ ജി ഓഫ് വൈ ഇൻറ്റു എഗെയിൻ ഇ റേസ് ടു മൈനസ് എ ഇൻറ്റു 0 ഇറ്റ് ഈസ് 0. ഓക്കെ, ലെഫ്റ്റ് സൈഡ് അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സിൻ്റെ വാല്യൂ എ സൈൻ വൈ.
a sin y equal to a into f of y into e raised to 0, e raised to 0 is 1, minus g of y. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ a sin y ഈക്വൽ ടു a ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് ജി ഓഫ് വൈ. എയും ക്യാൻസൽ ചെയ്യുന്നു. ദെർഫോർ എഫ് ഓഫ് വൈ മൈനസ് ജി ഓഫ് വൈ ഈക്വൽ ടു സൈൻ വൈ. റൈറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇതേപോലെ നമ്മൾക്ക് ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. given that when x equal to 0, x 0 ആകുമ്പോൾ അടുത്തത് എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ ആൾസോ 0. ഓക്കെ, ഡോ ഇസഡ് ബൈ ഡോ വൈയുടെ വാല്യൂ 0 ആകും. അപ്പോൾ ഏത് ഇക്വേഷനിലാണ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഉള്ളത്? തേർഡ് ഇക്വേഷനിൽ. അപ്പോൾ തേർഡ് ഇക്വേഷനിലേക്ക് ഈ കണ്ടീഷൻ കൊടുത്താൽ എക്സ് 0 ആകുമ്പോൾ ഇ റേസ് ടു 0, then e raised to minus 0 or e raised to 0. Okay, equation 3 implies എന്താ സംഭവിക്കുക? എക്സ് റൈറ്റ് സൈഡിലുള്ള എക്സ് 0 ആകുമ്പോൾ ഇ റേസ് ടു 0 ഇൻറ്റു എഫ് ഡാഷ് വൈ പ്ലസ് ഇ റേസ് ടു 0 ഇൻറ്റു ജി ഡാഷ് വൈ. ദെൻ ലെഫ്റ്റ് സൈഡായ ഡോ ഇസഡ് ബൈ ഡോ വൈയും അപ്പോൾ എന്താകും? 0. സോ ദിസ് ഗീവ്സ് എഫ് ഡാഷ് വൈ പ്ലസ് ജി ഡാഷ് വൈ ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 5. നോക്കുക, ഫിഫ്ത്ത് ഇക്വേഷൻ ഫോം ചെയ്തു. എഫ് ഡാഷ് വൈ പ്ലസ് ജി ഡാഷ് വൈ ഈക്വൽ ടു 0. ഫോർത്ത് ഇക്വേഷൻ എഫ് ഓഫ് വൈ മൈനസ് ജി ഓഫ് വൈ ഈക്വൽ ടു സൈൻ വൈ. എലിമിനേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് വാല്യൂ കാണേണ്ട ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? എഫ് വൈ ആൻഡ് ജി ഒ വൈ. എഫ് ഓഫ് വൈയും ജി ഓഫ് വൈയും ഫോർത്ത് ഇക്വേഷനിലുണ്ട്. അവയുടെ ഒരു കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ കൂടി എഫ് വൈയും ജി ഒയും ഉള്ള ഒരു ഇക്വേഷൻ കൂടി കിട്ടിയാൽ, രണ്ട് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ആ എഫ് വൈയും ജി ഒയും എലിമിനേറ്റ് ചെയ്ത് അവരുടെ വാല്യൂസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫിഫ്ത്ത് ഇക്വേഷൻ എഫ് ഡാഷ് വൈ ജി ഡാഷ് വൈ ടേമിലാണ്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഡെറിവേറ്റീവ് പോയിട്ട് എഫ് ഓഫ് വൈയും ജി ഓഫ് വൈയും കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫിഫ്ത്ത് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ. റൈറ്റ്, ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫിഫ്ത്ത് ഇക്വേഷനെ വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. സോ ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഡാഷ് വൈ ഡി വൈ പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് ജി ഡാഷ് വൈ ഡി വൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് 0 ഡി വൈ. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഡാഷ് വൈയുടെ ഇൻറ്റഗ്രൽ എന്താ? എഫ് ഓഫ് വൈ. ജി ഡാഷ് വൈയുടെ ഇൻറ്റഗ്രൽ എന്താ? ജി ഓഫ് വൈ equal to integral of 0 dy is 0 plus an integral constant, let it be k. Okay, integral constant ഞാൻ എന്ത് ചെയ്തു? k എന്ന് കൊടുത്തു. Let it be equation number 6. Then look this fourth equation, f of y minus g of y equal to sin y, and sixth equation is f of y plus g of y equal to k. നിങ്ങൾക്കറിയാം ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് എഫ് വൈയും ജി വൈയും കിട്ടേണ്ടതെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോർത്ത് ഇക്വേഷനും സിക്സ്ത് ഇക്വേഷനും കൂടി ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്താൽ ഒരു മൈനസ് ജി വൈ പ്ലസ് ജി വൈ ടൈം എലിമിനേറ്റ് ആയിട്ട് എഫ് വൈയുടെ വാല്യൂ കിട്ടും. ശരിയല്ലേ? അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ത് കിട്ടും? ആഡ് ചെയ്താൽ എഫ് വൈ പ്ലസ് എഫ് വൈ 2f(y) മൈനസ് ജി വൈ പ്ലസ് ജി വൈ 0 ഈക്വൽ ടു സൈൻ വൈ പ്ലസ് കെ. ദിസ് കെ ഈസ് എ കോൺസ്റ്റന്റ്, പ്യൂർലി an integral constant k. Right. Okay, sin y plus k, which gives f of y equal to 1/2 into sin y plus k. Okay, sin y by 2 plus k by 2. ഇതാണ് നമ്മുടെ എഫ് ഓഫ് വൈയുടെ വാല്യൂ. അതുപോലെ ഇക്വേഷൻ 6ൽ നിന്ന് ഇക്വേഷൻ 4 സബ്ട്രാക്ട് ചെയ്താൽ എഫ് വൈ അങ്ങ് ക്യാൻസലായി പോയിട്ട് ജി വൈയുടെ വാല്യൂ കിട്ടും. സോ ഇക്വേഷൻ 6 മൈനസ് ഇക്വേഷൻ 4 ഓൺ എഫ് വൈയുടെ വാല്യൂ ഇതിലേതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് 6ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുന്നു. ഇക്വേഷൻ 6 എഫ് വൈ, ദെൻ ഇക്വേഷൻ 4 മൈനസ് എഫ് വൈ മൈനസ് എഫ് വൈ ഈസ് 0. Okay, equation 6 fy minus fy 0, then gy minus of minus gy plus gy 2gy equal to then k minus sin y. Okay, 2gy equal to k minus sin y. Therefore g of y equal to 1/2 into k minus sin y. Okay,
അപ്പോൾ ഇതേപോലെ നമ്മളുടെ എഫ് ഓഫ് ഐ 1/2 ഇൻറ്റു കെ പ്ലസ് സൈൻ വൈ എന്ന് എഴുതാം. ജി ഓഫ് ഐ ഈക്വൽ ടു 1/2 ഇൻറ്റു കെ മൈനസ് സൈൻ വൈ. അപ്പോൾ നമുക്ക് കിട്ടിയ ആർബിട്രറി ഫംഗ്ഷൻസ് സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷനുള്ള ആർബിട്രറി ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? Z ഈക്വൽ ടു എഫ് ഓഫ് ഐ ഇൻറ്റു ഇ റേസ് ടു എ എക്സ് പ്ലസ് ജി ഓഫ് ഐ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എക്സ്. ഇതിൽ എഫ് വൈയുടെയും ജി വൈയുടെയും വാല്യൂ നമുക്ക് കിട്ടി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ടു വാല്യൂസ് ഇൻ ഇക്വേഷൻ നമ്പർ 1, വി ഗെറ്റ് ദ എക്സാക്ട് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് the values of fy and gy in equation 1. Right? Substitute the values of fy and gy in equation 1. Equation 1-ലേക്ക് നോക്കുക. എന്താണ്? is z equal to fy into e raised to ax. So fy എന്താ കിട്ടിയിരിക്കുന്നത്? 1/2 into k plus sin y അല്ലേ? 1/2 into ഞാൻ തിരിച്ചതിനെ എഴുതുകയാണ്. k plus sin y into e raised to ax plus 1/2 into k minus sin y into e raised to minus ax. This is our exact solution. അപ്പോൾ ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ത്രൂ ഔട്ട് നമുക്ക് ഇവിടെ നിന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ദെൻ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനിലേക്ക് നമുക്കിതിനെ മാറ്റാൻ പറ്റും. ഇവിടെ ഇത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സോ ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ സൊല്യൂഷൻ ഓഫ് ദ given partial differential equation is z equal to 1/2 into k plus sin y into e raised to ax plus 1/2 into k minus sin y into e raised to minus ax. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താലോ? z equal to 1/2 k e raised to ax plus 1/2 sin y plus 1/2 k e raised to minus ax minus 1/2 sin y into e raised to ax, right? E raised to ax by 2 sin y, then 1/2 e raised to minus ax sin y. Okay, നമുക്ക് ഒന്നുകൂടി പറയാം. 1/2 k e raised to ax plus 1/2 sin y e raised to ax. ആ ടൈമാണ് e raised to ax by 2 sin y എന്ന് എഴുതിയിരിക്കുന്നത്. Then 1/2 k e raised to minus ax, then minus plus into minus minus 1/2 sin y e raised to minus ax. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഒരു k by 2 ഈ രണ്ട് ടേബിളിൽ നിന്നും കോമൺ എടുക്കാം. റൈറ്റ്? k by 2 ഇൻറ്റു e raised to ax plus e raised to minus ax plus sin y ഇൻറ്റു e raised to ax minus e raised to minus ax by 2. ശരിയാണോ? ഇവിടെ രണ്ട് ടേബിളിൽ നിന്ന് k by 2 കോമൺ എടുത്തു. e raised to ax plus e raised to minus ax. ദെൻ സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് ടേബിളിൽ നിന്ന് sin y കോമൺ എടുത്താൽ ഒരു e raised to ax by 2 ഉണ്ട്, ഒരു മൈനസ് e raised to minus ax by 2 ഉണ്ട്. അപ്പോൾ ഞാൻ 2 കോമൺ ആയിട്ട് എടുത്തു. e raised to ax minus e raised to minus ax the whole divided by 2. റൈറ്റ്? ഇനി നമ്മളൊരു ഹൈപ്പർബോളിക് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ഹൈപ്പർബോളിക് ഫങ്ഷൻസ്? കോസ് എച്ച് തീറ്റ ഈക്വൽ ടു ഇ റേസ് ടു തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് തീറ്റ ബൈ 2. റൈറ്റ്? ദെൻ സൈൻ എച്ച് തീറ്റ, sin h theta is e raised to theta minus e raised to minus theta by 2. ഇത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ എക്സ്പാൻഷനാണ്. നമ്മൾ ഡെഫിനിഷൻ ഓൾറെഡി ഹൈപ്പർബോളിക് ഫംഗ്ഷനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ അത് കൊടുത്ത് ഇവിടേക്ക് മാറ്റുകയാണ്. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2. നമുക്ക് എന്തെടുക്കാം? ഈ 2 നമ്മളിവിടേക്ക് മാറ്റുകയാണെങ്കിൽ എന്താണ്? കെ ഇൻറ്റു ഇതോടെ ഈ 2 ഞാൻ കോമൺ ആയിട്ട് ഇവിടേക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കെ ഇൻറ്റു ഇതിന് പകരം എന്ത് കൊടുക്കുക? ഇ റേസ് ടു തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് തീറ്റ ബൈ 2 ആണെങ്കിൽ കോസ് എച്ച് തീറ്റ. സോ ദിസ് ടേം ഈസ് കോസ് എച്ച്. തീറ്റയ്ക്ക് പകരം ഇവിടെ എന്താ? എ എക്സ്. സോ കോസ് എച്ച് എ എക്സ്. കെ കോസ് എച്ച് എ എക്സ് പ്ലസ് ഇവിടെ സൈൻ വൈ ഇൻറ്റു ഇ റേസ് ടു തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് തീറ്റ ബൈ 2 ഈസ് സൈൻ എച്ച് തീറ്റ. തീറ്റയ്ക്ക് പകരം ഇവിടെ എന്താണ്? എ എക്സ്. സോ സൈൻ എച്ച് എ എക്സ്. റൈറ്റ്?
ഇവിടെ നമ്മളുടെ sin y sin h a x plus k cos h a x. This is the exact solution of our given partial differential equation.